65 വരെയുള്ള ആയത്തുകൾ നോക്കുക. 19-ൽ 58 മുതൽ ഉള്ള ആയത്തുകൾ. ഏതാ സൂറത്ത് മറിയം. ഓതിക്കോളി. ഈ ആയത്തുകൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ആയത്തുകളാണ്. സുജൂദ് ചെയ്യേണ്ട ആയത്താണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കേണ്ട, സുജൂദ് ചെയ്യേണ്ട ആയത്താണ്. സുജൂദ് ചെയ്യുക മാത്രമല്ല, വബുക്കിയ, കരയുകയും ചെയ്യണം എന്ന് പറഞ്ഞ ആയത്താണ്. കരയണം എന്ന് അള്ള പറഞ്ഞാൽ കരയണ്ടേ? കണ്ണീര് ആരാ തന്നത്? അള്ളാഹു തന്ന കണ്ണീരാണ് അല്ലേ? കരയണം എന്നല്ല പറഞ്ഞാൽ കരയണം. കരയേണ്ടിടത്ത് കരഞ്ഞേ പറ്റൂ. അങ്ങനത്തെ ഒരു വിഷയമാണിത്. അപ്പോൾ എപ്പോഴാണ് കരച്ചിൽ വരിക? എപ്പോഴാണ് കരച്ചിൽ വരിക? ഒരു കാര്യം നമ്മളെ ഹൃദയത്തിൽ തട്ടുമ്പോഴാണ്. ഇന്നലെ വൈകുന്നേരം ഒരു സ്കൂളിലെ അധ്യാപകർ യാത്ര പോയി വാഹനം അപകടത്തിൽപ്പെട്ട് വാർത്തകൾ ഇങ്ങനെ വരിക. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള ഒരു അധ്യാപിക ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ വാർത്തകൾ ഇങ്ങനെ വരുമ്പം, ഒരു അധ്യാപകനായി ജോലി ചെയ്ത് റിട്ടയർഡ് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അധ്യാപകർ പോയ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് 800 അടി താഴോട്ടും മറിഞ്ഞ് അങ്ങനെ അധ്യാപകർ മരണപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു വളരെ പ്രയാസത്തോടു കൂടി ഇരിക്കുമ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ട പരിചയമുള്ള അറിയുന്ന ഒരാൾ
ആ കൂട്ടത്തിൽ, മരിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ തട്ടുകയും കണ്ണ് നിറയുകയും ചെയ്യും, അല്ലേ? ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഹൃദയത്തിൽ തട്ടുമ്പോഴാണ് കണ്ണ് നിറയുക. അപ്പോൾ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്, ആയത്ത് വായിക്ക്. സൂറത്ത് മറിയമിലെ എത്രാമത്തെ ആയത്ത് മുതലാണ്? 58 മുതൽ. സൂറത്ത് മറിയമിലെ 58 മുതലുള്ള ആയത്തുകളാണ്. ഉലായിക, അക്കൂട്ടർ. ആരാണ് ആ കൂട്ടർ എന്ന് അറിയണമെങ്കിൽ പിന്നെ മേലുള്ള ആയത്തുകൾ പരിശോധിക്കണം. അപ്പം നമുക്ക് സമയമില്ല, നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. അതാരാന്നറിയോ? അള്ളാഹു പദവി ഉയർത്തിക്കൊടുത്ത ആളുകൾ, ഉന്നതമായ സ്ഥാനം കൊടുത്ത ആളുകൾ. അള്ളാഹു പദവിയും സ്ഥാനവും ഉയർത്തിക്കൊടുത്ത ആളുകളെക്കുറിച്ച് ഖുർആനിൽ അള്ളാഹ് പറയാണ്. എങ്ങനെ? അള്ളാഹു പദവിയും സ്ഥാനവും ഉയർത്തിക്കൊടുത്ത ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, ഉലായിക, അക്കൂട്ടർ, അല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരാണ് അള്ളാഹു നിഅമത്ത് കൊടുത്ത ആൾക്കാർ. മിനൻ നബിയ്യീന, ആ മേലെ പറഞ്ഞ ആൾക്കാർ അമ്പിയാക്കളിൽപ്പെട്ട ആളുകളാണ്. മിൻ ദുർരിയത്തി ആദമ, ആദമിൻ്റെ മക്കളുണ്ടതിൽ. വമിമ്മൻ ഹമല്ലാ മഅ നൂഹിൻ, നൂഹിൻ്റെ കൂടെ നാം കപ്പലിൽ വഹിച്ചു കൊണ്ടുപോയവരുമുണ്ട്. അള്ളാഹു പദവിയും സ്ഥാനവും ഉയർത്തി കൊടുത്ത ആൾക്കാരെ പറ്റിയാണ് പറയണത്. നൂഹ് നബിൻ്റെ കൂടെ കപ്പലിൽ എത്ര ആൾക്കാരാണ് കയറിയത്? നൂഹ് നബിൻ്റെ കൂടെ കപ്പലിൽ എത്ര ആളുകളുണ്ട്? നൂഹ് നബി എത്ര കൊല്ലം പ്രബോധനം ചെയ്തത്? 950 കൊല്ലം പ്രബോധനം ചെയ്തു, അല്ലേ? എന്നിട്ട് അതിൻ്റെ അവസാന കാലത്തല്ലേ കപ്പൽ? ആണോ? ആണ്. എന്നിട്ട് ആ കപ്പലിൽ കയറാൻ എത്ര ആളെ കിട്ടിയത്? 80 ആൾ. ഇങ്ങനെ 950 കൊല്ലം, ഒരു കൊല്ലം ഒരാൾ പോലും ഇല്ല. ആകെ കിട്ടിയത് 80 ആളാണ് കിട്ടിയത്. ആ 80 ആളുകളാണ് അള്ളാഹു പദവിയും സ്ഥാനവും ഉയർത്തി കൊടുത്ത ആൾക്കാർ. മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി വമിൻ ദുരിയത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മക്കളിൽ നിന്ന്. ഇസ്രായേൽ, ഇസ്രായേൽ നബിയുടെയും. ആരാ ഇസ്രായേൽ? യാക്കൂബ് നബി. ഇബ്രാഹിം നബിൻ്റെ മക്കൾ, യാക്കൂബ് നബിയുടെ മക്കൾ. വമിമ്മൻ ഹദൈന വജ്തബൈന, നാം ഹിദായത്ത് കൊടുത്ത് ഉത്കൃഷ്ടരായി തിരഞ്ഞെടുത്ത ആൾക്കാരും. അതാരാ? 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 ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ. മനസ്സിലായില്ലേ? ഹദൈന എന്ന് പറഞ്ഞാൽ ഹുദേതാ? ഹുദേതാ? ഖുർആൻ. ആ ഹുദ കിട്ടിയ ആളുകൾ. മിമ്മൻ ഹദൈന. വജ്തബൈന എന്ന് പറഞ്ഞാൽ നാം ഉത്കൃഷ്ടരായി തിരഞ്ഞെടുത്തു. ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടരാരാ? ഏറ്റവും ഉത്കൃഷ്ടരാരാ? ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാ, അല്ലേ? ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? ഇല്ലേ? ഖുർആൻ പഠിക്കുന്ന ആളുകളെ അല്ലാഹു തആല ആരുടെ കൂട്ടത്തിലേക്കാണ് ചേർത്ത് പറഞ്ഞത്? നബിമാർ, ഇബ്രാഹിം നബിൻ്റെ മക്കൾ, ഇസ്ഹാക്ക് നബിൻ്റെ മക്കൾ, അല്ലേ? മറ്റ് നബിമാർ, ഇതൊക്കെയാണ്. ആ കൂട്ടത്തിലേക്കാണ് അള്ളാഹു ചേർത്ത് പറഞ്ഞത്. അപ്പോൾ സന്തോഷം തോന്നണം. കാരണം എന്താണ്? നമ്മൾ അല്ലാഹു തആല എടുത്ത് പറഞ്ഞത്. നമ്മൾ എന്തിനാണ് ഈ ആയത്ത് ഓതുന്നതെന്നറിയോ? റബ്ബ് മറക്കൂല എന്നുള്ള വിഷയമാണ് പറയണത്. മറവിയായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ ക്ലാസ് അത്. റബ്ബ് മറക്കൂല എന്നാണ് പറയണത്. ഇതിനെ മേലക്കുള്ള ആയത്തിൽ വദുക്കുർ വദുക്കുർ എന്ന് കാണാം നിങ്ങൾക്ക്. എന്താ വദുക്കുർ എന്ന് പറഞ്ഞാൽ? ഓർക്കുക എന്നാണ്. നിങ്ങൾ നോക്കി, നേരെ മേലെ ആയത്ത് വദുക്കുർ, അതിൻ്റെ മേലത്തെ ആയത്തിലും വദുക്കുർ വദുക്കുർ വദുക്കുർ. ആരാണ് ഈ ഓർക്കുക? മറക്കുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? മറക്കുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഓർക്കുക. ഇതാരാ ഈ ഓർക്കണത്? അള്ളയാണ്. അള്ള പറയാണ്. ആരെ? ഇബ്രാഹിം നബിൻ്റെ കഥ, ഇസ്മായിൽ നബിൻ്റെ, ഇസ്ഹാക്ക് നബിൻ്റെ,
നൂഹ് നബിയുടെ ഒക്കെ പറയാം, അവരുടെ മക്കൾ, സന്താനങ്ങൾ, അവരുടെ ആ ലിസ്റ്റിലാണ് ആരുള്ളത്? ഖുർആനിൻ്റെ ഹിദായത്ത് നൽകി അള്ളാഹു ഉത്കൃഷ്ടരായി തിരഞ്ഞെടുത്ത ആൾക്കാരുള്ളത്. നിങ്ങൾക്ക് സംശയമുണ്ടോ ഇത് ഖുർആൻ പഠിതാക്കൾ തന്നെയാണോ എന്ന്? സംശയം തീരും. ബാക്കി വായിക്കേ. ഇദാ തുത്തില അലൈഹിം ആയാത്തുർ റഹ്മാൻ. ഇപ്പം സംശയം തീർന്നു. റഹ്മാനായ റബ്ബിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതാരാ? റഹ്മാനായ റബ്ബിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുന്ന ആർക്കാ? ആണോ? ആരാണ് റഹ്മാൻ? അല്ലമൽ ഖുർആൻ പഠിപ്പിച്ചവനാ റഹ്മാൻ, പഠിക്കണവരാണ്. മനസ്സിലായിണ്ടാ? അപ്പം അങ്ങനെ ഖുർആൻ പഠിക്കുന്ന ആളുകളാണ് അള്ളാഹു തിരഞ്ഞെടുത്ത് പദവി ഉയർത്തി സ്ഥാനം കൊടുത്ത ആൾക്കാർ. അവർ ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഖറു സുജ്ജദം വബുക്കിയ, സുജൂദിൽ കരഞ്ഞുകൊണ്ടവർ നാട്ടകുത്തി വീഴും. അപ്പം നമ്മളെ സ്ഥാനം പദവിക്ക് ഇബ്രാഹിം നബിൻ്റെയും മക്കളെയും ഇസ്മായിൽ നബിൻ്റെ ഇസാഖ് നബിൻ്റെ കോലൊക്കെ കൂട്ടത്തിലാണ് നമ്മളെ സ്ഥാനം അള്ളാഹു നമുക്ക് നൽകണത് എന്നറിഞ്ഞാൽ കണ്ണീര് വരൂലേ? ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണീര് വരുമോ ഇല്ലേ? ഈ ആയത്ത് മനസ്സിലാക്കിയിട്ട് അർത്ഥം പറഞ്ഞാൽ സുജൂദിലേക്ക് വീഴോ ഇല്ലേ? സുജൂദിലേക്ക് വീണു പോകൂലേ? സുജൂദിലേക്ക് വീണു പോകും. അങ്ങനെ സുജൂദിലേക്ക് മനസ്സറിഞ്ഞ് വീണാൽ നമ്മളെ കണ്ണ് നിറയും, ഒരു സംശയവും വേണ്ട. അള്ളാഹു നിലനിർത്തി തരട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളെ കോഴിച്ചേനയിലെ ഒരു ഖുർആൻ പഠിതാവ് മരിച്ചു. നിങ്ങളെപ്പോലെ ക്ലാസ്സിൽ സ്ഥിരമായി വന്നിരുന്ന് ഇതേപോലെ ബെഞ്ചിലിരുന്ന് എഴുതി പഠിക്കുന്ന ഒരു വ്യക്തി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ, ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. സൂറത്തുൽ മുഅ്മിനൂൻ അവിടെ പഠിക്കണത്, അതിൽ ആദ്യത്തെ 10-60 ആയത്തുകൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അതിൻ്റെ ഗുണം, അതിൻ്റെ വെളിച്ചം, അതിൻ്റെ പ്രകാശം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അള്ളാഹു നൽകുക ചെയ്യും. അത് അള്ളാഹിൻ്റെ വാഗ്ദാനം, അള്ളാഹു ലംഘിക്കൂല വാഗ്ദാനം. നമുക്കും അങ്ങനെ ഖുർആൻ പഠിതാവായിക്കൊണ്ട് തന്നെയുള്ളൊരു മരണ വേണ്ടത്. അദ്ദേഹം ആശുപത്രിയിൽ ഡോക്ടർ റൂമിൻ്റെ മുന്നിലാണ് മരിച്ചു വീണത്. അപ്പോൾ സമയമെത്തിയാൽ ആശുപത്രിയിൽ എത്തിയിട്ടൊന്നും കാര്യമില്ല, ഡോക്ടറെ മുന്നിലെത്തിയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ പോവുക തന്നെ ചെയ്യും. പക്ഷേ എവിടെയാണെങ്കിലും അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ വരെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്ത മനുഷ്യനാണ്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഖൈറത. ഇപ്പോൾ നമ്മളെ മുനീർ സാഹിബ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഹജ്ജിന് പോവാണ്, കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിനോട് പറയാനുള്ളത്, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയൊരു തൗഫീഖാണ് ഖുർആൻ പഠിക്കുന്ന ഒരാളായിട്ട് മാറി എന്നുള്ളത്. ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ ചരിത്രം ഉറങ്ങുന്ന കഅബാലയത്തിനടുക്കലേക്ക് പോവാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഹജ്ജിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. എല്ലാവരും ഹജ്ജ് ഒരേപോലെയല്ല. ഹൃദയത്തിൽ തട്ടിയിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ, ഹജ്ജ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹജ്ജ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചു എന്നാണ്. ഹജ്ജൽ ബൈത്ത വമൻ ഹജ്ജൽ ബൈത്ത അവി ഇതമറ. കഅബാലയത്തെ ഉദ്ദേശിച്ച് പോകലാണെന്ത്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ കഅബാലയത്തെ ഉദ്ദേശിച്ച് പോകലാണ് ഹജ്ജ്. എന്താ കഅബാലയത്തിൻ്റെ പ്രത്യേകത? വൈദി യർഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. അപ്പം അവിടെ ചെന്ന് കഅബ തവാഫ് ചെയ്ത് ഇബ്രാഹിം നബിൻ്റെയും ഇസ്മായിൽ നബിൻ്റെയും ഹാജറ ബീബീൻ്റെയും ചരിത്രമാണ് എന്ത്? ഹജ്ജിൻ്റെ ചരിത്രം അല്ലേ? അറഫ, മിന, മുസ്ദലിഫ, തവാഫ്, സഅയ്, കഅബ, ഇതെല്ലാം ആരുടെ ചരിത്ര? മുഹമ്മദ് നബിയാണോ ഹജ്ജിന് വിളിച്ചത്? അല്ല. ആരാ ഹജ്ജിന് വിളിച്ചത്? ഇബ്രാഹിം നബിയാണ്. അപ്പോൾ ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഇനിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. ഉംറ ചെയ്യാൻ, ആ നാട്ടിലെത്താൻ, ആ മണ്ണിൽ കാലുകുത്താൻ, ചെന്നാൽ കണ്ടാൽ പൂതി തീരാത്ത സ്ഥലമാണ്, പോയാൽ പൂതി തീരാത്ത സ്ഥലമാണ്. തിരിച്ചു പോരാൻ
തോന്നാത്ത സ്ഥലമാണ്. അത് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. എങ്ങനെയാണെങ്കിലും ഉരുണ്ട് മറിഞ്ഞാണെങ്കിലും അവിടേക്ക് എത്തിപ്പെടാൻ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്ര എളുപ്പാക്കി കൊടുക്കട്ടെ. ഒരു ഖുർആൻ പഠിതാവ് എന്ന നിലക്ക് ഹജ്ജ് ചെയ്യാൻ, അറഫയിലെത്താൻ, അറഫ എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച്, സുജൂദിൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഈ ആയത്തുകളൊക്കെ പ്രാർത്ഥിച്ച്, അപ്പോൾ അറഫയിൽ വെച്ചിട്ട് അതുപോലെ തന്നെ തവാഫ് ചെയ്യുമ്പം സഅയിൽ വെച്ചിട്ടൊക്കെ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരുപാട് ആൾക്കാർ നമ്മളോട് പലതും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ദുആ ചെയ്യുക. എന്നാൽ നമുക്ക് വേണ്ടി ചോദിക്കാനുള്ളത്, അല്ലാഹുവേ നിൻ്റെ കലാമ് പഠിക്കുന്ന ഒരു വ്യക്തിയായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് കൊണ്ട പടച്ചോനെ എന്നായിരിക്കണം. ഏറ്റവും വലിയ ചോദ്യം അതാണ്. മനസ്സിലായില്ലേ? ഖുർആൻ പഠിക്കുന്ന ഒരാളായിട്ട് തന്നെ മരിക്കണം. അതിന് മാറിപ്പോകരുത്. തിരക്കുകൾ പലതുണ്ടാകും. ഇലക്ഷൻ വരും, ജോലി വരും, മറ്റ് തിരക്കുകളുണ്ടാകും, ഡ്യൂട്ടികൾ വേറെ വരും, നമ്മൾ BLA ആകും, നമ്മൾ വാർഡിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാകും, ഇലക്ഷൻ്റെ തിരക്കിൽ പെട്ടുപോകും, മറ്റ് ജോലി തിരക്കുകൾ പെട്ടുപോകും. എന്ത് തിരക്കിൽ പെട്ടാലും ഖുർആൻ പഠിക്കുന്നതിന് നമുക്ക് തടസ്സം ഉണ്ടാകാൻ പാടില്ല. ആ ഒരു അരമണിക്കൂർ സമയത്തിന് ഒരു തടസ്സം വരരുത്. കല്യാണം ഉണ്ടാകും, സൽക്കാരം ഉണ്ടാകും, എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ടാവും. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തിയാൽ എന്താ ഗുണം? ആ അവസ്ഥയിലേക്ക് നമ്മളെത്തിയാൽ നമ്മളെ ബാക്കിയുള്ളതൊക്കെ ശരിയാവും. ഇതില്ലെങ്കിൽ ബാക്കിയൊക്കെ പോവും. അപ്പം റഹ്മാനായ റബ്ബിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുക എന്ന് പറയണത്, ഖുർആൻ ക്ലാസ്സിൽ എന്താ സംഭവിക്കണത്? ഖുർആൻ ക്ലാസ്സിൽ എന്താണത്? റഹ്മാനായ റബ്ബിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടല്ലേ? അപ്പോൾ ഓതി കേൾപ്പിക്കപ്പെടുക എന്നത് സുജൂദ് ചെയ്യാൻ, കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യാൻ കാരണമായി തീരേണ്ട വിഷയമാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. അപ്പോൾ അറഫയിൽ വെച്ച് ദുആ ചെയ്യുക. മുനീർ സാഹിബിനോടുള്ള വസിയത്താണ്. അറഫയിൽ വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾ പോയിട്ടുണ്ടാവും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹജ്ജിന് മുമ്പേ ഏകദേശം ഒരു 10-25 ദിവസം മുമ്പാണ് പോണത്. അപ്പം ആരോഗ്യം ശ്രദ്ധിക്കണം. തണുത്ത വെള്ളം കുടിക്കരുത്. തണുത്ത സംസം ധാരാളം കുടിക്കുക. തണുത്ത സംസം കുടിക്കുക ചെയ്യരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവസാനം നമുക്ക് ഹജ്ജിൻ്റെ മിക്കവാറും മദീനത്ത് പോയിട്ട് മദീനത്ത് നിൽക്കുക ഇറാമിൽ പ്രവേശിച്ചായിരിക്കും വരിക. ഇവിടേക്ക് മിനയിലേക്ക് പോകാൻ യൗമുത്തർവിയൻ്റെ ദുൽഹജ്ജ് 8-ൻ്റെ അന്ന്. അപ്പം ആ സമയമാകുമ്പോഴേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, കാലാവസ്ഥ മാറിയാൽ തന്നെ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമുക്ക് ആ സമയത്ത് ഇബാദത്ത് ശരിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പം ആരോഗ്യം നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനത്തെ ഉള്ള ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി ഹറം ഉപയോഗപ്പെടുത്തുക. ഹറമിലെ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക. എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. ആ മയ്യത്ത് നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഖുർആൻ പഠിതാക്കളായ എല്ലാവർക്കും കൂടി വേണ്ടി പറയുകയാണ്. എന്തിനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ശരീരത്തിന് ആഫിയത്തും ആരോഗ്യം കിട്ടണം. ആ ശരീരത്തിന് ആരോഗ്യം ആഫിയത്ത് എന്തിനാന്ന് ചോദിച്ചാൽ, അള്ളാൻ്റെ കലാമ് പഠിക്കാൻ വരാൻ അതിന് തടസ്സം ഉണ്ടാകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. സന്തോഷത്തോടു കൂടി പുറപ്പെട്ട് ആരോഗ്യത്തോടു കൂടി അമലുകളൊക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടി ഒരു പ്രയാസങ്ങളും ഇല്ലാതെ തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അടുത്ത ആയത്ത്, വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, എന്നാൽ അവർക്ക് ശേഷം പിന്നൊരു സമൂഹം വന്നു. ആർക്ക് ശേഷം? മേലെ പറഞ്ഞ അള്ള തിരഞ്ഞെടുത്ത ഉത്കൃഷ്ടരായ ആൾക്കാരില്ലേ, അവർക്ക് ശേഷം പിന്നീട് വന്നൊരു സമൂഹം അള്ളാഹുസ്സലവാത്ത്, നിസ്കാരം ഒഴിവാക്കി. നിസ്കാരമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. വത്തബഉ ഷഹവാത്ത്, ഇഷ്ടമുള്ളതിനൊക്കെ പിൻപറ്റി, തോന്നിയതിനൊക്കെ പിൻപറ്റി, കണ്ടതിനൊക്കെ ഇത്തിബാഅ് ചെയ്തു. ഫസയൽഖൗന ഗയ്യാ, അതുമൂലം അവർ ദുർമാർഗത്തിൻ്റെ ഫലം അവർ കണ്ടെത്തും. നിസ്കാരമില്ലാതെ, നിസ്കാരത്തിന് പ്രാധാന്യമില്ലാതെ, നിസ്കരിക്കാതെ, നിസ്കാരമൊന്നും വലിയൊരു പ്രശ്നമില്ലാതെ അങ്ങനെ ജീവിച്ചു, തോന്നിയ പോലെ ജീവിച്ചു. അതിൻ്റെ അനന്തരഫലം കണ്ടെത്തും.
ഇല്ലാമൻ താബ വ ആമന വ അമില സ്വാലിഹൻ. എന്നാൽ ഒരാൾ ഇങ്ങനൊക്കെയായിരുന്നു, പക്ഷേ അവന് വീണ്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു, തൗബ ചെയ്തു, നല്ല കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഫൗലായിക യദ്ഖുലൂനൽ ജന്ന. നിരാശപ്പെടണ്ട. അങ്ങനെയൊക്കെ കുറേ നിസ്കാരമൊക്കെ പോയിക്കണം എനിക്ക്. ഞാൻ പണ്ടൊന്നും ഇങ്ങനെ നിസ്കരിക്കണമെന്നായിരുന്നില്ല, കുറേ നിസ്കാരമൊക്കെ എനിക്ക് പോയിക്കണ്. നിസ്കാരം എന്നത്തെ കൃത്യമായിരുന്നില്ല. വിഷമിക്കണ്ട. ഇപ്പം നിങ്ങൾ ഖുർആൻ പഠിക്കണ്ടോ? നിങ്ങൾ തിരിച്ചു വന്നോ? ഇപ്പം നിസ്കാരം കൃത്യമാണോ? റബ്ബിനോട് തൗബ ചെയ്തില്ലേ? പേടിക്കണ്ട. സ്വർഗം നഷ്ടപ്പെടൂല. യദ്ഖുലൂനൽ ജന്ന. സ്വർഗത്ത് കടക്കും. വലാ യുദ്ലമൂന ഷൈഅ. ഒട്ടും അവർ അനീതിക്ക് വിധേയമാകൂല. അവരോട് അനീതി കാണിക്കപ്പെടൂല. എന്താണ് സ്വർഗം? ജന്നാത്തു അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗമാണ്. അല്ലത്തി വഅദർ റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ്. ഇബാദുർ റഹ്മാൻ അള്ളാഹ് വാഗ്ദാനം ചെയ്യണത്. ആരാ ഇബാദുർ റഹ്മാൻ? ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ ഇബാദുർ റഹ്മാൻ ആരാ? ഇന്നഹു കാന വഅദുഹു മഅ്തിയ. തീർച്ചയായും അവൻ്റെ വാഗ്ദാനം നടപ്പിൽ വരുന്നത് തന്നെയാണ്, സംശയം വേണ്ട. അവൻ്റെ വാഗ്ദാനം നടപ്പിൽ വരിക തന്നെ ചെയ്യും. തരും എന്ന് പറഞ്ഞാൽ റബ്ബ് തരും, ഒരു സംശയമൊന്നും വേണ്ട. ലാ യസ്മഊന ഫിഹാ ലഗ്വൻ ഇല്ലാ സലാമ. സ്വർഗത്തിൽ ഒരു അനാവശ്യ കാര്യം ഉണ്ടാകൂല, രക്ഷ മാത്രം, സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അനാവശ്യങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം, തോന്നിയവാസകൾ നിറഞ്ഞതാണ് ഈ ലോകം. പക്ഷെ സ്വർഗത്തിൽ അതൊന്നും ഉണ്ടാവില്ല. സ്വർഗം ഇവിടെ ദുനിയാവിൽ നിന്ന് അനാവശ്യങ്ങൾ ഒഴിവാക്കിയ ആൾക്കാർക്കുള്ളതാണ്. വലഹും റിസ്ഖുഹും ഫിഹാ ബുക്റത്തൻ വ അശിയ. അവർക്ക് സ്വർഗത്തിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഭക്ഷണം നൽകപ്പെടും, അവർക്കുള്ള ഭക്ഷണം ഉണ്ടായിരിക്കും. തിൽക്കൽ ജന്ന, അതാണ് സ്വർഗം. അല്ലത്തി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യ. തഖ്വയോടുകൂടി ജീവിക്കുന്ന നമ്മുടെ അടിമകളിൽ നിന്ന് നാം അനന്തരമായി അവർക്ക് നൽകുന്നതാണ് ആ സ്വർഗം. ആരാ മുത്തഖീങ്ങൾ? തഖ്വയോടുകൂടി ജീവിക്കുന്നവരാരാ? അവ സദ്ദഖ ബിഹി ഉലൈക ഹുമുൽ. ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ് ആര്? മുത്തഖീങ്ങൾ. അവർക്ക് അനന്തരമായി കൊടുക്കുന്നതാണ് സ്വർഗം. മനസ്സിലാവുണ്ടാവും. അപ്പോൾ അല്ലാഹു തആല അവൻ്റെ ഇബാദ് നോക്കി, നൂരിസുമിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് മങ്കാന തഖിയ, സൂക്ഷ്മതയോടെ ജീവിച്ച ആളുകൾക്കുള്ളതാണ് സ്വർഗം. വമാ നതനസ്സലു ഇല്ലാ ബി അംരി റബ്ബിക. വൈകി ലഹു മാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന ദാലിക വമാ കാന റബ്ബുക നസിയ. അതാണ് പോയിൻ്റ്. വമാ കാന റബ്ബുക നസിയ വമാ നതനസ്സലു ഇല്ലാ ബി അംരി റബ്ബിക. നബിയെ, താങ്കൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിനോട് പറയാണ്, താങ്കളുടെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല. എന്തിനാ ജിബ്രീൽ വരണത്? ജിബ്രീൽ വരണത് എന്തിനാ? വഹയുമായിട്ടാണ്. എൻ്റെ ഒരു ചരിത്രം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞത് ഓർമ്മയില്ലേ? ഉമ്മു ഐമൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മ. നബി മരിച്ചപ്പം അവർ ജീവിച്ചിരിപ്പുണ്ട്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും കൂടി കാണാൻ ചെന്നു നബി മരിച്ചതിന് ശേഷം. ഉമ്മു ഐമനാണ് നബിയെ അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. കാരണം വാപ്പ ആദ്യം മരിച്ചു, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മയും മരിച്ചു. പ്രസവിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പം കുട്ടി അനാഥമായി. ആര്? റസൂലുള്ള. അപ്പോൾ ഉമ്മു ഐമൻ്റെ കയ്യിലുള്ളത്. ഉമ്മു ഐമനാണ് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഉമ്മു ഐമൻ ജീവിച്ചിരിപ്പുണ്ട്. നബി മരിക്കുമ്പോൾ ആര് ജീവിച്ചിരിപ്പുണ്ട്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും നബിൻ്റെ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞു. നബി മരിച്ചാൽ പിന്നെ ഒരാൾ മരിച്ചാൽ ബാക്കിയുള്ളവരെ പോയി സമാധാനിപ്പിക്കണ്ടേ? നബിൻ്റെ ബാക്കിയുള്ളത് ആരാ ഉള്ളത്? അപ്പം അവരെ ചെന്നു സമാധാനിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ കരഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഞങ്ങൾ കരയണമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂല് വഫാത്തായതിലല്ല എൻ്റെ സങ്കടം. പിന്നെ എൻ്റെ സങ്കടം എന്താണെന്നറിയോ? ഇനി ജിബ്രീൽ വരൂലല്ലോ എന്നാ. എന്താണ്? നബിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, നബിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജിബ്രീലിൻ്റെ നേതൃത്വത്തിൽ ആര് വരും? മലക്കൾ ഭൂമിക്ക് ഇറങ്ങി വരും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വരവ് നിന്നല്ലോ. കാരണം വഹിയ് നബിൻ്റെ വഫാത്തോടെ അവസാനിച്ചല്ലോ എന്നാ.
അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖും അവരോട് പറഞ്ഞതില്ല, നിങ്ങൾ വിഷമിക്കണ്ട, കാരണം ജിബിരിൽ ഇഞ്ഞും വരും ലൈലത്തുൽ ഖദറിൽ. എല്ലാ വർഷവും തനസ്സലുൽ മലായിക്കത്തു വറൂഹ്. ആരാ റൂഹ്? റൂഹുൽ അമീൻ ജിബിരിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും എന്നാണ്. അപ്പം നബിയോട് പറയാണ്, നബിയെ ജിബിരിൽ പറയാണ്, അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരമല്ലാതെ ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരില്ല. ഓരോ ആയത്തും അള്ളാഹിൻ്റെ കൽപ്പനകളാണ്, ഓരോ വഹിയും അള്ളാഹിൻ്റെ കൽപ്പനകളാണ്. അത് നമുക്ക് ഇറങ്ങിയതാ, ഇത് നമ്മൾ പഠിക്കണ്ടേ? ഇത്ര ഗൗരവത്തിലായി കാര്യം പറഞ്ഞത്, ഈ വഹി ഇറങ്ങിയത്. ലഹുമാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന ദാലിക. നമ്മുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം ആരറിയും? പറയും. ഇനി എന്തൊക്കെ വരാനുള്ളതെന്ന് ആർക്കാ അറിയുള്ളൂ? അള്ളാഹ്ക്കേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ ആർക്കാ കൃത്യമായി അറിയാം? ഇനിയിപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിന് മുന്നിൽ ഇനി എന്തൊക്കെ വരാനുള്ളതെന്ന് ആർക്കറിയാം? സംഭവിച്ചു കൊണ്ടിരിക്കണം അള്ളാഹ്ക്ക് അറിയുള്ളൂ. വമാ കാന റബ്ബുക നസിയ. താങ്കളുടെ റബ്ബ് ഒരിക്കലും മറക്കുന്നവനായിട്ടില്ല. റബ്ബൊരിക്കലും മറക്കുന്നവനല്ല, റബ്ബ് മറക്കൂല. ആരാണ് റബ്ബ്? റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈന. ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കളുടെയും ആകാശഭൂമിയുടെയും റബ്ബാണ്. അതുകൊണ്ട് ഫഅ്ബുദ്ഹു, വായിക്കേ, അവനെ ആരാധിക്കുക. വസ്തബിർ ഇബാദത്തി, അവന് ഇബാദത്ത് ക്ഷമാപൂർവം നിലകൊള്ളുക. ഇബാദത്തിൽ അക്ഷമ കാണിക്കണ്ട, ഇബാദത്തിൽ ക്ഷമയോടെ ഇബാദത്ത് ചെയ്തോളൂ. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരത്ത ആരെയും താങ്കൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹുവിന് സമമൊത്ത, അള്ളാഹുവിൻ്റെ നാമത്തിനൊത്ത ഒരാളെയും കണ്ടെത്താൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ആര് മറന്നാലും ആര് മറക്കൂല? റബ്ബ് ഒരിക്കലും ഒന്നും മറക്കൂല. ഫഅ്ബുദു. ഇതിൻ്റെ വിശദീകരണം ഹത്താ യഅ്തിയകൽ യഖീൻ, മരിക്കുന്നത് വരെ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു പ്രസിദ്ധനായൊരു ഡോക്ടർ, നമ്മുടെ കൂട്ടത്തിലെ പ്രസിദ്ധനായൊരു ഡോക്ടർ, അദ്ദേഹം ഉംറക്ക് പോയി. ഈ റമദാനിൽ അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിന് ഇത്തികാഫിന് അവസരം കിട്ടി. ഇത്തികാഫിന് ഇത്തികാഫ് ആർക്കും അപേക്ഷിക്കാം. ഇത്തികാഫിന് സൈറ്റ് ഓണാക്കിയാൽ അത് ആർക്കാണോ കിട്ടുന്നത് കിട്ടും. ലക്കിയ, ഭയങ്കര ലക്കിയാണ്. കുറച്ച് ആൾക്കാർക്കേ കിട്ടുള്ളൂ. റമദാനിലെ അവസാനത്തെ 10 ഇത്തികാഫിന് കിട്ടിയെന്താണെന്ന് വെച്ചാൽ പ്രത്യേക ഏരിയയാണ് ഹറമിൽ. കഅബ കാണുന്ന നല്ല സൗകര്യമുള്ളൊരു പ്രത്യേക സ്ഥലമാണ്, ഏരിയയാണ്. അവിടെ അവരുടെ ഒരു കാർഡ് ഉണ്ടാകും. ആ കാർഡ് കാണിച്ചാൽ എപ്പോഴും ഹറമിൻ്റെ അകത്തേക്ക് കടക്കാം, എപ്പോഴും പുറത്തേക്ക് പോകാം. ഏത് തിരക്കിലും ഒരു പോലീസുകാരും തടയില്ല. ഭക്ഷണം കിട്ടും അവിടെ, നോമ്പറക്കാനുള്ള ഭക്ഷണം അവിടെ കിട്ടും, അത്താഴത്തിനുള്ള ഭക്ഷണം കിട്ടും. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഇത്തികാഫിന് അവസരം കിട്ടുക എന്നുള്ള ഭയങ്കര ലക്കിയാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പം ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ, റമദാനിലെ ഉംറ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറയാണ്, അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പം അദ്ദേഹത്തിന് അവിടെ സൈറ്റിൽ തുറന്ന് അപ്പം തന്നെ വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിന് ഇത്തികാഫ് കിട്ടി. അദ്ദേഹം പോയി. അങ്ങനെ 10 ദിവസം ഹറമിൽ തന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലാത്ത വിധം അവിടെ തന്നെ കിട്ടി. അങ്ങനെ അദ്ദേഹം പറയണം, അവസാനത്തെ ദിവസം അദ്ദേഹം പറയാം 29 അന്ന് രാത്രി, അന്നാണ് ഖത്മ്, അവിടെ ദുആ ഖുർആൻ്റെ ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനയൊക്കെ ഹറമിൽ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, എല്ലാവർക്കും ഭയങ്കര ഒരു ആശ്വാസമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 10 ദിവസം ഹറമിൽ തന്നെ ഇരുന്ന് ഹറമിൽ തന്നെ ഇബാദത്ത് ചെയ്ത് എത്ര കൂലിയാണ്. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 1,00,000 കൂലി, ഒരു സെക്കൻഡിന് 1,00,000 കൂലി. അപ്പോൾ എത്രയാണ് കിട്ടിയത് അവിടുന്ന്? എത്രയാണ് കൂലി കിട്ടിയത്? അപ്പോൾ അവസാനം അവിടുന്ന് അവർ യാത്ര പറഞ്ഞ് പിറ്റേന്ന് അവിടുന്ന് പോരുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മളങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കേന്, ഇത്ര ഇബാദത്തൊക്കെ ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ. അപ്പോഴാണ് അവസാനത്തെ ഖിയാമുൽ ലൈലിലെ ഇമാം യാസറായിരുന്നു ഇമാം, അദ്ദേഹത്തിൻ്റെ ദുസൈരി, അദ്ദേഹം അവസാനത്തെ റക്അത്തിൽ അദ്ദേഹം അവസാനത്തെ ആയത്ത് ഓതി അവസാനിപ്പിച്ചത് ഫഅ്ബുദ് റബ്ബക ഹത്താ യഅ്തിയകൽ യഖീൻ, മരിക്കുന്നത് വരെ ഇബാദത്ത് മുടങ്ങരുത് എന്നുള്ള ആയത്താണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, വല്ലാത്തൊരായത്തായിപ്പോയി. കാരണം നമ്മളിപ്പോൾ ഫുള്ള് ഇബാദത്ത് ചെയ്ത് ഇനിയൊരു റെസ്റ്റിലേക്ക് എന്നുള്ള രൂപത്തിലൊക്കെ മനസ്സ് വരിക. അപ്പോൾ ഇമാം ഓതി ആയത്തതാ. അപ്പോൾ അദ്ദേഹം പറയാണ്, നിർത്താനായിട്ടില്ല,
കാരണം ഇതേ അവസ്ഥ ഏത് വരെ തുടരണം? ബാബു റബ്ബക്ക് അത്തായത്തിലേക്കൻ. അപ്പോൾ അത് അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം ഖുർആൻ പഠിക്കുന്ന സിയാങ്കണ്ടത്തെ എൻ്റെ ഖുർആൻ പഠിതാവാണ് ഈ ഡോക്ടർ. ഖുർആൻ പഠിതാവാണ്. ആ ഖുർആൻ പഠിതാവായതുകൊണ്ടാണ് ആ ആയത്തിൻ്റെ അർത്ഥം അറിഞ്ഞത് കൊണ്ടാണ് എന്താക്കിയത്, ആ മനുഷ്യൻ്റെ മനസ്സിൽ അതവിടെ കിടന്നത്, സ്വാധീനിച്ച് അവിടെ കിടന്നത്. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, ആയത്തിൻ്റെ അർത്ഥം അറിയേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ലക്ഷോപലക്ഷം ആളുകൾ അന്നത്തെ ദിവസം ഹറമിലില്ലേ അല്ലേ? 30-40 ലക്ഷം ആൾക്കാരന്ന് ഹറമിലുണ്ടാകും. പക്ഷേ ആ ആയത്തിൻ്റെ അർത്ഥം അറിയണ എത്ര ആൾക്കാരുണ്ടാകും? ആ ആയത്ത് ഹൃദയത്തിൽ തിളച്ച് കയറുന്നത് ആർക്ക് മാത്രമാണ്? ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഫഅബുദ് ആണ് ആയത്ത്. നീ എന്ത് ചെയ്യണം? റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ഫഅബുദ് കണ്ടാ, ഫസ്തബിർ, ക്ഷമാപൂർവ്വം ഇബാദത്തിൽ ഉറച്ചു നിൽക്കണം. റമദാൻ കഴിഞ്ഞ് ശവ്വാൽ കഴിഞ്ഞ് ഇനി നീ അസ്വസ്ഥത കാണിക്കരുത്. ഇബാദത്തിൽ ക്ഷമയോടെ നീ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം എന്നാണ് അല്ലാഹു പറയണത്. അപ്പോൾ റബ്ബൊരിക്കലും മറക്കുന്നവനല്ല. ഇനി അടുത്തൊരായത്ത് കൂടി നിങ്ങൾ പെട്ടെന്ന് മറിക്കുക. ത്വാഹ, സൂറത്ത് ത്വാഹയിലെ തൊട്ടടുത്ത സൂറത്ത് 20-ാമത്തെ സൂറത്ത്, ആ ത്വാഹയിലെ 48 മുതൽ 55 വരെ. സൂറത്ത് ത്വാഹയിലെ 48 മുതൽ 55 വരെ. ഇരുപതിൽ 48 മുതൽ 55 വരെ ഓതിക്കോളെ. നമ്മളെ മയ്യത്ത് കഫൻ ചെയ്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ഖബറിൽ വെച്ച് ആദ്യത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന ഒരാൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? റബ്ബിനെ പറ്റിയാണ്. ഖുർആൻ പഠിക്കുന്ന ഒരാൾ ആരെപ്പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? റബ്ബിനെ പറ്റിയാണ്. റബ്ബ് എന്ന വാക്ക് ഖുർആനിൽ എത്ര തവണയാണ് ആവർത്തിച്ചത്? അല്ലാഹു റബ്ബി എന്ന് പറയണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു മൊല്ലാക്കൊരു കടലാസിൽ എഴുതിയിട്ട് തലക്കുപുറത്ത് മയ്യത്തിൻ്റെ കൂടെ ഖബറിലേക്കണ്ട് ഇറക്കി വെച്ചാൽ കോപ്പി അടിച്ച് പറയാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ സമൂഹം പഠിപ്പിക്കപ്പെടുന്നത്. ഖബറടക്കിയിട്ട് മണ്ണിട്ട് മൊല്ലാക്ക കൈമടക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഖബറിൻ്റെ തലക്കലിരുന്ന് 2 മലക്കുകൾ വരും, വന്ന് നിന്നോട് ചോദിക്കും റബ്ബ് ആരാന്ന് ചോദിക്കുമ്പം റബ്ബ് അള്ളയെന്ന് പറഞ്ഞോന്ന് മരിച്ച മയ്യത്തിന് ഖബറിൻ്റെ മേലെ ഇരുന്ന് ചൊല്ലിക്കൊടുക്കുന്ന മല്ലാക്ക ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഒരായത്ത് ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ മനുഷ്യൻ ആ പള്ളിയിൽ പല തവണ വന്നിട്ട് ആ പള്ളിയിൽ കയറി ഇറങ്ങിയിട്ട് ഒരു തവണയെങ്കിലും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ പള്ളിയിലുള്ള ഏതെങ്കിലും ഒരു ഖുർആൻ എടുത്തിട്ട് ഒരായത്തെങ്കിലും
നിൻ്റെ റബ്ബ് അള്ളയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരായത്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ, അത് പഠിപ്പിച്ചു കൊടുക്കാതെ മയ്യത്ത് കബറടക്കിയതിന് ശേഷം തലക്ക് പുറത്തിരുന്നിട്ട് 2 മലക്കൾ വരുട്ടോ, റബ്ബാരാന്ന് ചോദിക്കുട്ടോ എന്ന് മരിച്ച മയ്യത്തിനോട് ഇവിടെ ഇരുന്നിട്ട് താഴത്തേക്ക് പറഞ്ഞു കൊടുക്കണേ. അത്രയും വലിയ വിഡ്ഢിത്തം ചെയ്യുന്ന മനുഷ്യന്മാരെ തിരിച്ചറിയാനുള്ള ഒരു വിശേഷ ബുദ്ധി പടച്ചോൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ, സഹോദരങ്ങളെ, ഈ ഖുർആൻ പഠിക്കണത് നമ്മളെ മയ്യത്തിൻ്റെ കൂടെ ഒരാളും ഒരു കടലാസും വെക്കണ്ട. നമ്മളെ മയ്യത്തെ കബറടക്കിയാൽ ഒരു മൊല്ലാക്കയും മലക്കുകൾ വരും, റബ്ബാരാന്ന് ചോദിക്കും, അള്ളയെന്ന് പറഞ്ഞു വന്ന് ഒരു മൊല്ലാക്കും പറഞ്ഞു തരണ്ട. മനസ്സിലായില്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? അള്ള പൊട്ടനാ? ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കണം, അള്ളാഹിനെപ്പറ്റി മനസ്സിലാക്കണം. അത് ഖുർആനിലൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ആയത്ത്, ഈ ഓതി വെച്ച ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കി. എന്താണെന്നറിയോ? ഇന്ന വായിക്കി അന്നൽ ആയത, തീർച്ചയായും നിങ്ങളിലേക്ക് നാം നൽകുന്ന വഹി എന്താണെന്നറിയോ? തീർച്ചയായും ശിക്ഷ അത് ആർക്കുള്ളതാണെന്നറിയോ? ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനും നിഷേധിച്ചവനുമാണ് ആ ശിക്ഷ. ഖാല, ഫിർഔൻ ചോദിച്ചു, ഫമൻ റബ്ബുക്കുമായ മൂസ, മൂസ നിൻ്റെ റബ്ബ് ആരാണ്? ആരാണ് നിൻ്റെ റബ്ബ്? അപ്പോൾ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ആരാണ് റബ്ബ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ സൃഷ്ടിപ്പ് കൊടുത്തു. സുമ്മ ഹദാ, സൃഷ്ടിപ്പ് മാത്രമല്ല കൊടുത്തത്, പിന്നെ ഹിദായത്തും കൊടുത്തു. മനസ്സിലായില്ലേ? പടച്ചിങ്ങിട്ട് വിട മാത്രമല്ല ചെയ്തിരുന്നത്, എങ്ങനെ ജീവിക്കണമെന്ന മാർഗവും നൽകിയിട്ടുണ്ട്. നമുക്ക് തന്ന ഹിദായത്ത് ഏതാ? അല്ലേ? എങ്ങനെ ഈ സൃഷ്ടിപ്പെന്താ? ഈ സൃഷ്ടിപ്പാണ് ഇപ്പോൾ അവസാനത്തെ ആയത്തിൽ ഓതിയത്. മിൻഹാ ഖലഖ്നാക്കും അഫിഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും. ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണിലേക്ക് മടങ്ങും, ആ മണ്ണിൽ നിന്ന് രണ്ടാമത് എഴുന്നേൽപ്പിക്കും. അതാണ് സൃഷ്ടിപ്പ്, അതാണ് സൃഷ്ടിപ്പ്. അപ്പോൾ വെറുതെ സൃഷ്ടിച്ച് ഇവിടെ മാത്രമല്ല ചെയ്തത്, മറിച്ച് മരിക്കണത് വരെ എങ്ങനെ ജീവിക്കണം എന്നും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഖബറിൽ വെച്ച് പറയാൻ അവർക്കേ പറ്റുള്ളൂ. കാല, അപ്പോൾ ചോദിച്ചു ഫിർഔൻ, ഫമാ ബാറുൽ ഖുറൂനിൽ ഊല, അപ്പം മുൻപ് കുറേ തലമുറകളൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഓലൊക്കെ അവസ്ഥ എന്താ? നമ്മളെ വാപ്പാരൊക്കെ ഓലൊന്നും ഖുർആൻ പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം മനസ്സിലായില്ലേ? കഴിഞ്ഞ തലമുറ ഒക്കെ മരിച്ചു പോയില്ലേ, വാപ്പാർ, ഓല അവസ്ഥ എന്താണ്? ഫിർഔൻ അതാ ചോദിച്ചത്, എന്താണ് കഴിഞ്ഞു പോയ തലമുറൻ്റെ അവസ്ഥ? ഇൽമുഹ ഇൻദ റബ്ബി, അവരെ പറ്റുള്ള ഇൽമ് ആരെടുക്കൽ മാത്ര? എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ മാത്ര. ഫി കിതാബില്ല യളില്ലു റബ്ബി വല യൻസ, അതിൽ കൃത്യമായൊരു രേഖയിലുണ്ട്, കൃത്യമായൊരു രേഖയിൽ ഉണ്ട്. അതുകൊണ്ട് ലാ യളില്ലു റബ്ബി വല യൻസ, എൻ്റെ രക്ഷിതാവിന് പിഴച്ചു പോവുകയില്ല, അവൻ മറക്കുകയുമില്ല. ബാക്കി ആയത്തുകൾ വായിച്ചോളേ. മനസ്സിലായില്ലേ? എന്താണ്? എൻ്റെ റബ്ബിന് തെറ്റിപ്പോകൂല, എൻ്റെ റബ്ബ് മറക്കും ചെയ്യൂല, റബ്ബ് മറക്കൂല. തെറ്റലും മറിവൊക്കെ ആർക്കാ? നമുക്ക് മാത്ര. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ പഠനവും ആരറിയും? അള്ളാഹു അറിയും. അള്ളാഹ്ക്കൊരിക്കലും തെറ്റിപ്പോവില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായ പ്രസൻ്റ് ഉണ്ട്. നമ്മൾ ആരൊക്കെ ഏതൊക്കെ ക്ലാസ്സിൽ എപ്പോഴൊക്കെ വന്നു എല്ലാം റബ്ബിൻ്റെ അടുക്കൽ കൃത്യമായ രേഖയുണ്ട്. നമ്മൾ മറക്കും, പക്ഷേ റബ്ബൊരിക്കലും മറക്കില്ല. നമ്മൾ ഖുർആൻ ക്ലാസ് ചിലപ്പോൾ മറക്കും, ഓർമ്മ ഉണ്ടാവില്ല. റബ്ബൊരിക്കലും നമ്മളെ ഒരു കാര്യം മറക്കില്ല. റബ്ബിൻ്റെ അടുക്കൽ കൃത്യമായ രേഖയിൽ എല്ലാമുണ്ട്, എല്ലാമുണ്ട്. അവിടെ നിൽക്കട്ടെ, ഇനി നിങ്ങൾ വായിക്കുക, നിങ്ങൾ പറയേ, എൻ്റെ റബ്ബൊന്നും മറന്നിട്ടില്ല. അവിടെ ശ്രദ്ധിക്കട്ടോ, എൻ്റെ റബ്ബൊന്നും മറന്നിട്ടില്ല. നമ്മൾ മാസങ്ങളായി പഠിക്കുകയാണ്, മാസങ്ങളായി പഠിക്കുകയാണ്. ആ പ്രാർത്ഥന ഇവിടെ തുടങ്ങുകയാണ്. എൻ്റെ റബ്ബൊന്നും മറക്കൂല. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഇതാണ് തദബ്ബുർ. അവിടേക്കെത്തണം. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. എന്തിന് പറയണം? എൻ്റെ റബ്ബൊന്നും മറക്കാത്തവനാ, എൻ്റെ റബ്ബൊന്നും മറക്കാത്തവനാ. സഹോദരങ്ങളെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ മറന്നു പോകുന്ന കാര്യം അല്ലാഹ് പറഞ്ഞത് പഠിച്ചു. ആരാണ് മറപ്പിക്കുന്നതെന്ന് പഠിച്ചു. മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു, അല്ലേ? ഇതൊക്കെ ഖുർആൻ്റെ ഇൽമ. ഇത് മുഴുവനും ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് നമ്മൾ അവസാനം പറയുകയാണ്,
എൻ്റെ റബ്ബ് ഒരിക്കലും ഒന്നും മറക്കൂല എന്നെനിക്കറിയാം. അതുകൊണ്ട് റബ്ബേ, ഞാൻ മറന്ന് ചെയ്തതിൻ്റെ പേരിൽ എന്നെ നീ പിടികൂടി ശിക്ഷിക്കല്ല പടച്ചോനെ. ഇത് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറയാൻ സാധിച്ചാൽ റബ്ബ് നമ്മളെ ഖബർ നന്നാക്കി തരും, നമ്മളെ പരലോകം നന്നാക്കി തരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മറൈസ് എന്ന പേരിൽ ഒരു മോറൽ ക്ലാസ് നമ്മുടെ ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഏപ്രിൽ മാസത്തിൽ 20 മുതൽ 26 വരെ, ഈ മാസം 20 മുതൽ 26 വരെ രാവിലെ 9 മണി മുതൽ 11 മണി വരെ പെൺകുട്ടികൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. എല്ലാ പെൺകുട്ടികളും പറഞ്ഞയച്ചോളി. ഇപ്പം എന്താ അവസ്ഥ നിങ്ങൾ? നമുക്കൊക്കെ പണ്ട് ഈ ഒരു സിനിമക്കൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ ഒരു മഹാപാപമായിരുന്നു അല്ലേ? ചിന്തിക്കാൻ പറ്റൂല പോകണതിനെ പറ്റിയിട്ട്. ഇന്നിപ്പോൾ പെൺകുട്ടികൾ സിനിമക്ക് പോയിട്ട്, ഇപ്പോൾ ഇറങ്ങിയൊരു പുതിയ സിനിമക്ക് പോയിട്ട് ആ സിനിമയിൽ നിന്ന് റീലെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുക. മുസ്ലിം പെൺകുട്ടികൾ പാപ്പാനെയും പേടില്ല, അമ്മാനെയും പേടില്ല, നാട്ടുകാരെയും പേടില്ല, ഒന്നും പേടില്ല. ആ അവസ്ഥയിലേക്ക് ഇപ്പം നാട്ടിലിറങ്ങിയാൽ കാണാം ഒരു ജീൻസും ജീൻസിൻ്റെ മേലെ ഒരു ടീഷർട്ടും പേരിന് തലയിൽ ഒരു ഷാൾ ഇട്ടിട്ട് പെൺകുട്ടികൾ പുറത്തു പോവുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ നിയന്ത്രണത്തിലൊന്നും അല്ല കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് ഭാരാകാതിരിക്കണമെങ്കിൽ, മക്കൾ നമുക്ക് നാളെ ഗുണം ചെയ്യുന്ന മക്കളാകണം. പെൺകുട്ടികളുണ്ടോ 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ ദിവസം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ത്യാഗം സഹിച്ചാലും നിങ്ങളെ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നാക്കി കൊടുത്തോളി. കുറച്ചൊക്കെ ഒരു ബോധം പരലോകത്തെക്കുറിച്ചും മാതാപിതാക്കളെ സംബന്ധിച്ചും ഒക്കെ ഒരു ബോധമൊക്കെ ഉണ്ടാകും. അതിന് വേണ്ട പരിപാടികളാണ്. ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് ആരും വിചാരിച്ചിരിക്കണ്ട. ഇതൊക്കെ ഒരു വിളിയാണ്. ആ വിളിക്ക് ഉത്തരം നൽകിയേ പറ്റൂ. നമ്മളെ മനസ്സിലുണ്ടാകണം, മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകും. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന നമ്മളെ മുനീർ സാഹിബിനും കുടുംബത്തിനും അള്ളാഹു മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സവ്വദക്കുല്ലാഹു തഖ്വ വഗഫറ ദംബക്കും വയസ്സറ ലക്കുമുൽ ഖൈർ ഹൈസുമാ കുൻതും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തഖ്വ വർദ്ധിപ്പിച്ച് കൊടുക്കട്ടെ, ഈമാൻ വർദ്ധിപ്പിച്ച് കൊടുക്കട്ടെ. എവിടെയാണെങ്കിലും അള്ളാഹു ഖൈർ ധാരാളമായി നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മൾ ശരീരത്തിന് ആരോഗ്യം ആഫിയത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. റബ്ബിനെ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച കാലം അത്രയും ആർക്കും ഭാരമാകാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം നമ്മൾ തന്നെ ചെയ്ത് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.